പുതുതായിട്ട് കേട്ടാരെങ്കിലും 1 കോടിയുടെ ഹാപ്പി ഹോം ഫണ്ട് ഇല്ല, 1,95,00,000 നമുക്ക് എത്ര കിട്ടുക? 5 ലക്ഷം രൂപ ഗവൺമെന്റ് ടാക്സ് കഴിച്ച് 95 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. 1 കോടിക്ക് എത്ര പൂജ്യം ഉണ്ട്? ആർക്കാ പെട്ടെന്ന് പറയാൻ പറ്റും? ഫിജിക്കാർ ചെയ്യുന്ന ആളുകളല്ല, ചെയ്യാത്ത ആളുകളോട് ചെയ്യുന്നത്. 1 കോടിക്ക് എത്ര പൂജ്യം ഉണ്ട്? 7. സാധാരണ ഗതിക്ക് ഒറ്റയടിക്ക് നമ്മൾ സാധാരണക്കാരായിട്ട് ഉത്തരം പറയും. ഒറ്റ 10, 100, 1000 ഇങ്ങനെ എണ്ണോ. ഇതാ കാരണം. 1000 ഓക്കെ, നമുക്ക് അറിയാം 3 പൂജ്യം എന്നുള്ളത്. 10,000 ഓക്കെ, 4 പൂജ്യം എന്നുള്ളത് അറിയാം. അതിനപ്പുറത്തേക്ക് പോകുമ്പോ ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്ക് വരുന്നില്ല. ഉണ്ടോ? ഡീൽ ചെയ്യുന്നുണ്ടോ? ലക്ഷങ്ങൾ കൊണ്ട്, കോടികൾ കൊണ്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടോ? ഇനി 1 കോടി രൂപ വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ജോലി ചെയ്ത് വരണമെങ്കിൽ എത്ര വർഷം നിങ്ങൾ ജോലി ചെയ്യണം? ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ചെറിയ കണക്ക് പറഞ്ഞു. നിങ്ങൾ ജോലി ചെയ്യാണ്, നിങ്ങൾക്ക് മാസത്തില് ഒരു 19,000 രൂപ വരുമാനം ഉണ്ട് എന്ന് കരുതുക. 50,000 രൂപ മാസ വരുമാനം ഉണ്ട്. നിങ്ങളുടെ എല്ലാ ചെലവും കഴിച്ചിട്ട് ഒരു മാസം നിങ്ങൾ 25,000 രൂപ സേവ് ചെയ്യാണ്. ഒരു മാസം 25,000 രൂപ എല്ലാ ചെലവും കഴിച്ചിട്ട് നിങ്ങൾ സേവ് ചെയ്യാണ്. അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. ഒരു വർഷം 12 മാസം അല്ലെ, 25,000 × 12 എത്രയാ? 3 ലക്ഷം രൂപ അല്ലേ? ശരിയല്ലേ? തെറ്റില്ല, ഞാൻ കണക്കിൽ വീക്കാം. തെറ്റില്ലല്ലേ? 3 ലക്ഷം അല്ലേ? 10 വർഷം ആകുമ്പോ 30 ലക്ഷം, 20 വർഷം ആകുമ്പോ 60, 30 വർഷം ആകുമ്പോ 90. അപ്പൊ 1 കോടിയാണ്ടിക്ക് 33.5 വർഷം. 25,000 രൂപ വെച്ച് ഒരു മാസം സേവ് ചെയ്യുകയാണെങ്കിൽ 33.5 വർഷം കൊണ്ട് 1 കോടി രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഉള്ള വയസ്സിന്റെ കൂടെ ഒരു 33.5 വർഷം കൂടി ഒന്ന് കൂട്ടി നോക്കിയേ, എത്രയാവും? അപ്പോ ഇനി 33.5 വർഷം ജോലി ചെയ്യേണ്ട സമയമുണ്ടോ? ഇല്ല. അപ്പൊ എന്താ ചോയ്സ്? ഞാൻ ഫിജിക്കാട്ട് മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ചോയ്സ് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഒരുപാട് ചോയ്സുകൾ ഉണ്ടാവാം, പക്ഷെ ഫിജിക്കാട്ട് ഒരു നല്ല അവസരമാണ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഫിജിക്കാട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല അവസരമാണ്. കാരണം അതിന് ഇൻവെസ്റ്റ്മെന്റുകളില്ല. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, fijicart.com-ന്റെ ഒരു സിസ്റ്റത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 7 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ റാങ്കിലേക്കും എത്താൻ ഏതൊരു സാധാരണക്കാരനും പറ്റും. 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു ലേഡി ഉണ്ട്, കോഴിക്കോട് സ്വദേശിനിയാണ്, സ്വപ്ന എന്നാണ് പേര്. ഇന്ന് fijicart.com-ൽ നാഷണൽ സെയിൽസ് മാനേജറാണ്. 8ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസം. MBA കാരിയായിട്ടുള്ള സബിത മേഡം MBA കാരിയാണ്. ഞാൻ പറയുന്നത് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവരിന്ന് fijicart.com-ൽ നാഷണൽ സെയിൽസ് ടീം മാനേജർ. സോ വിദ്യാഭ്യാസം